പാച്ചു ചേട്ടാ, ഇവിടെ വന്ന് ഭയങ്കര പ്രണയ കഥകളൊക്കെ പറഞ്ഞു. പാച്ചുചേട്ടനും ഉണ്ണിച്ചേട്ടനും ഒക്കെ നിങ്ങളിരുന്ന് നിങ്ങളുടെ പ്രണയ കഥയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രണയോ വിരഹോ എന്താന്ന് വെച്ചാൽ ഒരു തീമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നൂടെ? പ്രണയം തന്നെ ആയിക്കോട്ടെ, പ്രണയാവല്ലേ കുറച്ചുകൂടി ഭംഗി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രണയത്തിലേക്ക് പോവാം. താങ്ക് യു. ഷാനിക്ക, ഏതാണ് സിനിമ, ഏതാണ് സിറ്റുവേഷൻ എന്നൊക്കെ മനസ്സിലായോ? ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു ക്ലാര വരുമ്പോഴുള്ള, ക്ലാരയെ കാണുമ്പോഴുള്ള ഒരു പീസാണ് ഇവർ വായിച്ചത്. അടിപൊളിയായിരുന്നു. നിങ്ങൾ രാവിലെ തന്നെ ആ മൂഡ് അങ്ങ് സെറ്റ് ചെയ്തതാണ്. അതെ, വിരഹം ഒന്നും വായിക്കാത്ത നന്നായി. അതെ, അതിന്റെ ഇടയിൽ ഒരു വിരഹം പരിപാടി വരുന്നുണ്ട്, പക്ഷെ ഇതിന്റെ തിരിച്ച് ഇതിലേക്ക് വരുന്നുണ്ട്. അത് എന്താ അല്ലേ ജോൺസൺ മാഷ്. പാച്ചുചേട്ടാ, ഈ പാട്ടൊക്കെ ആയിരുന്നോ കേട്ടോണ്ടിരുന്നേ ആ ടൈമിൽ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഇതേപോലത്തെ ഏതൊക്കെ പാട്ടായിരുന്നു? ഇത് മാത്രമേ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഓർക്കുമ്പോ ഏതെങ്കിലും? ആ സമയത്ത് മിന്നലെ ഫിലിം, മിന്നലെ തമിഴിലെ മിന്നലെ, വെൺമതി, വെൺമതി, അങ്ങനെയുള്ള ആ ഒരു ഇതായിരുന്നു. ഓക്കെ, പ്രശാന്തേട്ടനെ പറ്റി വരുമ്പോ ഉണ്ണിച്ചേട്ടനെ പറയാതിരിക്കാൻ പോവാൻ പറ്റില്ല. ഉണ്ണിച്ചേട്ടൻ എങ്ങനത്തെ പാട്ടുകളായിരുന്നു കേട്ടോണ്ടിരുന്നത്? ചേട്ടൻ രാക്ഷസി പോലത്തെ കേട്ടോണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഗാനങ്ങളൊക്കെ തന്നെയാണ്. പ്രണയമാകുമ്പം അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മള്. ഇപ്പൊ ഒരു രണ്ടുപേര് ഗാനം പാടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുമോ? റെഡി, ഉണ്ണിച്ചേട്ടൻ റെഡി. നിങ്ങളെല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു രണ്ടുപേര് നിർബന്ധിക്കണം. പക്ഷെ നമുക്ക് ആർക്കും അല്ല ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, ഡെഡിക്കേഷൻ. അപ്പൊ പിന്നെ ഡെഡിക്കേഷൻ ആദ്യം പറയാം. അതെ, ഡെഡിക്കേഷൻ ആർക്കാ? വൈഫിന് വേണ്ടി. വൈഫിന്റെ പേരും കൂടെ പറയൂ. വിമല സാറ ഡാനിയൽ. ചേച്ചി കേട്ടോളൂ. ചേച്ചിക്ക് വേണ്ടി ഇതാ ഒരു പാട്ട്. ചേച്ചിയുടെ ഉണ്ണിച്ചേട്ടൻ. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഹൃദയ സങ്കീർത്തനങ്ങൾ ശ്രുതി പകർന്ന കാലം, അറിയാതെ നിന്നെ അറിയുമ്പോ അനുരാഗമെന്നു മൊഴിയുമ്പോ അകലങ്ങൾ പോലും അരികെ, പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചേട്ടാ, സത്യം പറ, ഇത് പാടിയല്ലേ ലാസ്റ്റ് അത്രയും വർഷം കഴിഞ്ഞപ്പോ വീഴ്ത്തിയത്? സത്യം പറ. ഇതൊന്നുമില്ല. സൂപ്പർ സൂപ്പർ ഉണ്ണിച്ചേട്ടാ. Superstar.